നാട്ടിക നിയോജക മണ്ഡലത്തിലെ വെള്ളക്കെട്ട് നേരിടുന്ന പ്രദേശങ്ങളും ക്യാമ്പുകളും എംഎൽഎ സന്ദർശിച്ചു. പാറളം, ചാഴൂർ, ചേർപ്പ് ഗ്രാമപഞ്ചായത്തുകളിലെ വെള്ളക്കെട്ട് ബാധിച്ച പ്രദേശങ്ങളാണ് എംഎൽഎ സന്ദർശിച്ചത്. പാറളം, ചാഴൂർ, ചേർപ്പ് ഗ്രാമപഞ്ചായത്തുകളിലെ വെള്ളക്കെട്ട് ബാധിച്ച പ്രദേശങ്ങളാണ് എംഎൽഎ സന്ദർശിച്ചത്. പാറളത്ത് ചേനം, മുള്ളക്കര, കപ്പക്കാട് തുടങ്ങിയ മേഖലകളിലാണ് വെള്ളം കയറിയിട്ടുള്ളത്. 20 കുടുംബങ്ങൾ പാറളം CILPSൽ ക്യാമ്പിലുണ്ട്. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ കമാൻഡമുഖം ബണ്ട് പൊട്ടിയതോടെ ഗവൺമെന്റ് ഹൈസ്കൂൾ ചേർപ്പിൽ ക്യാമ്പിൽ 400-ൽ അധികം പേരാണ് അഭയം തേടിയത്. ചാഴൂർ ഗ്രാമപഞ്ചായത്തിൽ GLPS കുറുമ്പിലാവിലും പുള്ള് ALP സ്കൂളിലുമാണ് ക്യാമ്പ് ആരംഭിച്ചിട്ടുള്ളത്. 300ഓളം പേർ 2 ക്യാമ്പുകളിലുമായി ഉണ്ട്. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് വെള്ളക്കെട്ട് ഒഴിവാക്കൽ, ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കൽ, അപകട ഭീഷണിയുള്ള മരങ്ങൾ മുറിച്ചു നീക്കൽ എന്നിവ അടിയന്തരമായി നടക്കുന്നുണ്ടെന്നും അവശ്യഘട്ടങ്ങൾ ചികിത്സകൾ, മരുന്നുകളുടെ വിതരണം, രോഗി പരിചരണം എന്നിവ നടത്താൻ ക്യാമ്പുകൾ പൂർണ്ണ സജ്ജമാണെന്നും MLA പറഞ്ഞു. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല വിജയകുമാർ, പാർലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ, വൈസ് പ്രസിഡന്റ് ആശ മാത്യൂസ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുബിത സുഭാഷ്, ജെയിംസ് പി പോൾ, പ്രമോദ് കോടന്നൂർ, സിബി സുരേഷ്, വിദ്യാനന്ദനൻ, വില്ലേജ് ഓഫീസർ പ്രശാന്ത് അന്തിക്കാട്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നജീബ് PS, ചാഴൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രമ്യ മടക്കാവിൽ, ജോഷി, ഗിരിജൻ പയ്യനാട്ട്, ഷില്ലി ജിജിമോൻ, ഷൈജി സുനിൽ എന്നിവർ MLA-യോടൊപ്പമുണ്ടായിരുന്നു. വെള്ളം വരും എന്നൊരു പ്രതീക്ഷയ്ക്ക് ഇല്ല. ചില എന്താ പറയുക സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് വെള്ളം കൂടുതൽ കടത്തിവിടാൻ സാധ്യതയില്ല. അപ്പം നമുക്ക് മറ്റേ ചില ബണ്ടുകൾ തുറന്ന് ചില അപകടസ്ഥിതി നമ്മുടെ മേഖലയുണ്ടായിട്ട് അതൊക്കെ എല്ലാവരോടും പറയേണ്ട ഉദ്യോഗസ്ഥന്മാരുടെ സ്വഭാവമാണ്. കാലാകാലങ്ങളിൽ നമ്മളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ളതിന്റെ ഷട്ടറോ എന്തൊക്കെയാണ് അപ്പാപ്പോ അത് പരിഹരിക്കുന്ന ആവശ്യം നടപടി സ്വീകരിക്കുന്ന പണിയല്ല എന്റെ അകത്ത്. കോൾ മേഖലയെ നശിപ്പിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ്. ജനങ്ങൾക്കൊന്നും നശിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചിരുത്തി ആവശ്യമായ ഈ അപകടസ്ഥിതി ഇപ്പോ ഈ 2 മാസം വന്ന മണി വെള്ളം വരുന്നത്, ഇതിനേക്കാളും മുമ്പ് എല്ലാ വർഷവും ഈ ഒരു കമ്മിറ്റി വിളിച്ചു കൂട്ടി ആവശ്യമായ വെള്ളം, അപകടകരമായ വെള്ളം കളയുന്ന ആവശ്യം നടപടി സ്വീകരിക്കാൻ ഒരു പ്രൊജക്ട്, ഒരു പദ്ധതി തയ്യാറാക്കുന്ന ആവശ്യം നടപടി സ്വീകരിക്കാൻ കളക്ടറോട് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ കൃഷിക്കാരെ പ്രധാനപ്പെട്ടവരെ വിളിച്ചിരുത്തി ഈ വെള്ളത്തെ എങ്ങനെ വടക്കോട്ട് കളയാൻ കഴിയും, ആ വടക്കോട്ട് പോയി കഴിഞ്ഞാൽ വെള്ളം മുഴുവൻ പോകുന്നത് ഏനമ വണ്ട് കഴിഞ്ഞാൽ കടലിലേക്കാണ് പോവുക. അവിടെ എത്തുന്നത് വരെ ഒരുപാട് തടസ്സങ്ങളുണ്ട്. ചീപ്പൊക്കെ ഇട്ട് തടസ്സപ്പെടുത്തിയിട്ട് അതൊക്കെ ഊരിക്കളഞ്ഞ് ആവശ്യമായ ഒരു പദ്ധതി തയ്യാറാക്കി വെള്ളം ആവശ്യം നടപടി സ്വീകരിക്കണം.